നമസ്കാരം സുഹൃത്തുക്കളെ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ അനൗൺസ്മെൻറ്റുമായിട്ടാണ്. മറ്റൊന്നുമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിലേക്കൊരു യൂണിഫോംഡ് ഫോഴ്സിലേക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ലത്, അത് റെയിൽവേയിലേക്കാണ്. RPF സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്കും കോൺസ്റ്റബിൾ റാങ്കിലേക്കുമുള്ള 2 വേക്കൻസികൾ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള വാർത്ത. വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊന്നുമല്ല. വളരെ നിസ്സാരമായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധാരണഗതിയിലുള്ളൊരു എക്സാമാണ്. മലയാളികളൊക്കെ പൊതുവെ വിമുഖത കാണിക്കുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടുവാനായി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. എന്താണ് RPFുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ? RPF പ്രധാനമായും 2 നോട്ടിഫിക്കേഷനുകളാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ എന്ന റാങ്കിലേക്കും മറ്റൊന്ന് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന റാങ്കിലേക്കുമാണ്. ഈ 2 പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഒരേ ദിവസം തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 15/4/2024 ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുവാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14/5/2024 വരെയാണ്. ഓർത്തിരിക്കുക, നമ്മുടെ അപേക്ഷിക്കുവാനുള്ള അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് 14/5/2024 ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യോഗ്യതയും പ്രായവും. ഇതിൽ SI സബ് ഇൻസ്പെക്ടർ എന്ന ഡെസിഗ്നേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് നമ്മുടെ പ്രായപരിധി എന്ന് പറയുന്നത് 28ആണ്. കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും പ്രായപരിധി എന്ന് പറയുന്നത് 28ആണ്. നിലവിൽ നേരത്തെ ഇത് 25 കോവിഡിൻ്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് 3 വർഷത്തെ ഇളവ് കൂടി അനുവദിച്ചത് കൊണ്ടാണ് 28 2 തസ്തികകളും മാറിയത്. ഓർത്തു വെച്ചേക്കുക, 28 ആയി മാറിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ 28 വയസ്സ് തികയാത്ത, അതായത് ക്രോസ് ചെയ്യാത്ത എല്ലാവർക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ യോഗ്യത? ഇതിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമാണ് അതിൻ്റെ യോഗ്യത. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണലോ നോൺ പ്രൊഫഷണലോ ആയിട്ടുള്ള ബിരുദമാണ് ഇതിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. എന്നാൽ കോൺസ്റ്റബിൾ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് ബിരുദത്തിൻ്റെ ആവശ്യമില്ല. 10th പാസ്സായ സർട്ടിഫിക്കറ്റ് മാത്രം മതി. ഇന്ത്യയിലെ ഏതെങ്കിലും ബോർഡുകൾ നൽകുന്ന 10th പാസ്സായ സർട്ടിഫിക്കറ്റ് ഉള്ള ആർക്കും തന്നെ ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം. ഇനിയും ഇതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു യൂണിഫോംഡ് ഫോഴ്സസ് ആണ്. ഈ പരീക്ഷയ്ക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ് അപേക്ഷ. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും ഒരേ മാനദണ്ഡത്തിൽ തന്നെയായിരിക്കും അപ്ലൈ ചെയ്യപ്പെടുന്നത്. നമ്മൾ കേരള PSCയിലൊക്കെ കാണുന്നത് പോലെ വിമൻസിന് വേണ്ടിയും മെന്നിന് വേണ്ടിയും സെപ്പറേറ്റ് എക്സാം ഒന്നുമില്ല. ഒറ്റ എക്സാം തന്നെയായിരിക്കും, ഒറ്റ ആപ്ലിക്കേഷനും തന്നെയായിരിക്കും ഉള്ളത്. അത് നിങ്ങൾ ഓർത്തു വച്ചിരിക്കണം. പിന്നീട് ഇതിന് കായികക്ഷമത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കായികക്ഷമതയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഇനി അപേക്ഷിക്കേണ്ടുന്ന രീതി എങ്ങനെയാണ്? ഇത് അപേക്ഷിക്കേണ്ടത് റെയിൽവേയുടെ വെബ്സൈറ്റിലാണ്. ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. കിട്ടാത്തവർക്ക് അതുവഴി നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനൊരു ഫീസുണ്ട്. അത് ജനറൽ സാധാരണഗതിയിലുള്ള എല്ലാവർക്കും 500 രൂപയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, എക്സ് സർവീസ്മാൻ ഈ 2 വിഭാഗത്തിനും ഈ ഫീസ് 250 രൂപയാണ്. പിന്നെ ഈ ഫീസിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 500 രൂപ അടയ്ക്കുമ്പോൾ അതിൽ നിങ്ങൾ CBT 1 എന്ന് പറയുന്ന ഇവരുടെ ആദ്യത്തെ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ 500 രൂപയിൽ 400 രൂപ തിരിച്ച് നിങ്ങളുടെ കൺസേൺഡ് ബാങ്കിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് തരും. അതായത് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിനുള്ളൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൂടിയാണ് ഇവർ ഈ തുക വാങ്ങുന്നത്. അതുപോലെ തന്നെ 250 രൂപ ഫീസ് അടയ്ക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് എക്സ് സർവീസ്മാൻ ഇവർക്ക് അവരുടെ തുക പൂർണ്ണമായിട്ടും തിരിച്ചവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതായിരിക്കും. അതായത് ഈ വിഭാഗത്തിന് പൂർണ്ണമായും ഫീസ് ഇളവോടുകൂടി തന്നെയാണ് പരീക്ഷ എഴുതുന്നത് എന്നത് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടുന്ന ഒരു പ്രധാന ഘടകം. എന്നാൽ ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പരീക്ഷ എഴുതാൻ ഒരു വിഭാഗത്തെയും അനുവദിച്ചിട്ടില്ല എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്.
ഇനിയും ഈ പ്രായത്തിൽ ഇളവുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. കൺസേൺഡ് പ്രായം, അതായത് 28 വയസ്സിൽ കൺസേൺഡ് വിഭാഗങ്ങൾക്ക് SC/ST, OBC, എക്സ് സർവീസ് മാൻ, ഈ വിഭാഗങ്ങൾക്ക് കൺസേൺഡ് ഏജ് ഇളവുകൾ അതാത് വിഭാഗങ്ങൾക്കുള്ളതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് OBC വിഭാഗത്തിന് 3 വർഷവും SC/ST വിഭാഗത്തിന് 5 വർഷവും ഏജിന് റിലാക്സേഷൻ നൽകി തന്നെയാണ് ഈ എക്സാമും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും അതിൻ്റെ വേക്കൻസികളുടെ എണ്ണമാണ്. ഇതിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ 452 വേക്കൻസിയാണുള്ളത്. അത് ഓർത്ത് വെക്കുക, 452 വേക്കൻസി. ഇത് കേവലം കേരളത്തിൽ മാത്രമുള്ള വേക്കൻസി അല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്ന വേക്കൻസിയാണ് 452 എന്നുള്ളത്. ഇനിയും കോൺസ്റ്റബിൾ വേക്കൻസി അതിൻ്റെ 10 ഇരട്ടിയോളം വരും. ഏതാണ്ട് 4208 വേക്കൻസിയാണ്. മൊത്തം കൂടി ഏതാണ്ട് 4660 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത്. അതായത് വലിയൊരു ജോബ് ഡ്രൈവ് തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ ഈ പരീക്ഷയ്ക്കുണ്ട് എന്നതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും റെയിൽവേയുടെ എക്സാമിനേഷൻ അവർ ചോദിക്കുന്നത് പ്രധാനമായിട്ടും 3 ഏരിയകളിൽ നിന്നാണ്. ഏറ്റവും പ്രധാനമായിട്ട് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന GKയുടെ ഭാഗമാണ്. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരത്തമെറ്റിക്സ്, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. പിന്നീട് ജനറൽ റീസണിങ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അതായത് റീസണിങ് സ്കിൽസ് അസസ് ചെയ്യുന്നതാണ്. ഈ 3 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. എല്ലാ ചോദ്യത്തിനും 1/3 മാർക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവുമുണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യനുകളുടെ എണ്ണം 120 ആണ്. ഇതാണ് പൂർണ്ണമായും ഈ ഒരു പരീക്ഷയുടെ രീതി. CBT 1 എന്ന എക്സാമിനേഷൻ നടത്തിയാണ് അവർ ഈ ആദ്യത്തെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. ഈ പ്രായപരിധിക്കകത്തുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വലിയൊരു അവസരമാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയാണ്. എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. ഫിസിക്കലി കൂടിയുള്ളൊരു പരീക്ഷയാണെന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ വേണം. അപ്പോൾ ഫിസിക്കലി ഫിറ്റായ എല്ലാവരും 2 പോസ്റ്റിന് വേണ്ടിയും അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്. ഇനിയും ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ, അതായത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ട് പല സംശയങ്ങളും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. ആ കമൻറ്റ് ബോക്സിൽ നിന്ന് ഞങ്ങളത് അതിനുള്ള മറുപടി നിങ്ങൾക്ക് കൃത്യമായി തന്നെ തരുന്നതായിരിക്കും. നിങ്ങളുടെ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി തന്നെ കമൻറ്റ് ബോക്സിൽ നൽകാം. ഇനിയും അതല്ല, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ആ ഇതിൽ ഞങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.